ഗഡീസ് രാവിലെ ഇപ്പൊ തന്നെ കുറച്ച് പ്രോട്ടീൻ കയറ്റാൻ വെച്ചിട്ടാ. അങ്ങനെ നമ്മളൊരു മുട്ട ബുൾസൈ അടിച്ചു. ബുൾസൈ അടിച്ച് അത് മാത്രം തന്നെ അവളൊരു വൈബിൽ അത് കാരണം കുറച്ച് നമ്മുടെ പൊരിയും കൂടി അതിലിട്ടു. പൊരിട്ട് രാവിലെ തന്നെ ആ സംഭവം മൂടാക്കി അങ്ങോട്ട് കഴിച്ചു. നമ്മള് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ടാ. പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചപ്പോഴാണ് നമ്മുടെ ചെക്കൻ നമ്മളെ കൊണ്ടുപോകുന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ അറിയാത്ത പോലെ എടുക്കണം. ഉറങ്ങണ പോലെ എടുക്കട്ടെ, പക്ഷെ അവനറിയാം കൊണ്ടുപോകാൻ ഒരു സാധ്യത ഇല്ലാന്ന്. പക്ഷെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരു വേഷം കെട്ടായിട്ടുള്ള അഭിനയം. വണ്ടിയിൽ ഇങ്ങനെ പോവാന്ന് പറയുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടാ. അതുകൊണ്ട് ഒരാള് നമ്മള് പോകുമ്പൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇടയ്ക്ക് നമ്മൾ കൊണ്ടുപോകും, അല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മള് നേരെ തള്ളച്ചേക്കാണോ ഈ വേണ്ടി നമ്മളൊരു ഐവിഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയി. ആളുടെ ഒരു ക്യാരക്ടർ കാരണങ്ങളോട്ടെ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വേറെ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. എന്നുവെച്ചാൽ ആളുടെ ഒരു സംഭവം, ആള് നല്ലൊരു ജെന്റിൽമാനായിട്ട് നമ്മളോട് ഇത് മറ്റേ ഇത് ചെയ്യുന്നില്ലേ, ഏത് പെരുമാറ്റം, ആ സാധനം അതൊക്കെ നമ്മൾ സെറ്റ് അടിച്ച് നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തു. ലാസ്റ്റ് നമ്മൾ എടുത്തത് ഈ സാധനട്ടാ. 26,600 എടുത്തായി. ഐവിഷൻ വേൾഡ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ പേര്. നമ്മുടെ ചിക്കിങ്ങില് ഞാനവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാം. നമ്മള് ചിക്കിങ് ആയിട്ട് കണ്ടപ്പോണ്ടില്ല, പിന്നെ ചിക്കിങ്ങിലേക്ക് ഒന്ന് കയറാൻ പറ്റും. നമ്മൾ ചിക്കിങ്ങിൽ കുറച്ചൊക്കെ പോയി. നമ്മള് 299 ഇത് സാധനമായിട്ടാ നമ്മൾ ഓർഡർ ചെയ്തു. നമ്മള് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാധനം ഒരു വന്നുട്ടാ. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല പല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുട്ടാ. നല്ല പടപട ചെയ്യാൻ എന്നിട്ടറിയില്ല. ചിക്കൻ ഒക്കെ തിന്നാണ് ആസ്വദിച്ചിങ്ങനെ തിന്നണം. ഒരു പീസൊക്കെ ഇങ്ങോട്ട് എടുത്ത് ആ ഡിപ്പിലൊക്കെ മുക്കി. ഓ എന്തൊട്ടാ ടേസ്റ്റ് എന്നറിയോ. ഏട്ടക്കൊക്കെ അങ്ങനത്തെ തിന്നണട്ടാ. എന്നിട്ട് ലൈഫൊക്കെ ഒരു ജില്ലി നീക്കണം. നമ്മളെ തിന്നിട്ട് ബാക്കിയുള്ള എല്ലും പീസായിട്ട് കാണുന്നത്. നമ്മുടെ പട്ടിക്ക് കൊണ്ട് വെച്ചു, പക്ഷെ പറ്റിയില്ല. നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിച്ചും കൂടി പോരെ. പിന്നെ നമ്മള് വരണ വഴിക്ക് കണ്ടത് നീ നല്ല പാടത്തുള്ളൊരു വ്യൂ കേട്ടാ. സൂര്യൻ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടത്. സംഭവം നമ്മള് കടപ്പുറത്തൊക്കെ പോയിട്ടൊക്കെ എന്നിട്ട് കാണാത്തുണ്ടെങ്കിലും ഈ പാടത്തിന് കാണാൻ ഒരു നല്ല വൈബ് തന്നെയാട്ടാ. അപ്പൊ നിങ്ങള് എല്ലാവരും ലൈഫൊക്കെ എൻജോയ്മെന്റ് ചെയ്യാ. അല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തിയിട്ടും കഷ്ടപ്പെട്ടിട്ടും വെറുതെ വിഷമിച്ചിട്ടും നടന്നിട്ട് കാര്യമില്ല. അടിച്ചു പൊളിക്കുക പരമാവധി. അപ്പൊ കേട്ടാ, ശരിട്ടാ.